നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് മിഥുനമാസം, അതായത് കൊല്ലവർഷം 1201 മിഥുനമാസം 1 മുതൽ 32 വരെയും, ഇംഗ്ലീഷ് വർഷം 2026 ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുമുള്ള നിങ്ങളുടെ 26 നക്ഷത്രക്കാരുടെയും ചാരവശാൽ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് വ്യാഴം 4-ലാണ് സുഖസ്ഥാനമെന്ന് പറയും. അപ്പോൾ വീട് നിർമ്മാണമോ മെയിൻ്റനൻസോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമായി വരും. പിന്നെ മാതൃസ്വത്ത് നമുക്ക് കിട്ടാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കിട്ടാനുള്ള സാധ്യതകൾ തെളിയും ഈ മാസം. പിന്നെ ബന്ധുജന സഹായം, പിന്നെ നല്ല കൂട്ടുകാരുടെ സഹകരണം കൊണ്ടുള്ള ഗുണഫലങ്ങളും ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ പുരോഗതി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, എഴുത്ത് പരീക്ഷ വിജയം. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതികൾ ഒക്കെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. യാത്രകളെല്ലാം തന്നെ ശുഭകരമായി കാണുന്നു. പിന്നെ ജീവിത പങ്കാളിക്ക്, ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ, അവർക്കും ശുഭകരമാണ്. പൊതുവെ മേടരാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ്. നിലവിൽ ഏഴരശനികാലം ഉണ്ടെങ്കിലും ഈ വ്യാഴം നമുക്ക് ഒരു ആശ്വാസം തരും, ഭാഗ്യാനുഭവങ്ങൾ തരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക, ശനിയാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. അപ്പോൾ ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക 3, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വ്യാഴം അത്ര നല്ല സ്ഥാനത്തല്ല, വ്യാഴം 3-ലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ മുഖേന ഒക്കെ നഷ്ടങ്ങൾ വരാതെയും നോക്കണം. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല, നഷ്ടങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. നമ്മളെ കമ്മ്യൂണിക്കേഷൻ, അതായത് സഹകരിക്കുന്ന ആൾക്കാർ മുഖേനയൊക്കെ. പിന്നെ ഈ മാസത്തെ ഫലം വച്ചിട്ട് മാതാവിന് രോഗസാധ്യത കാണുന്നു. പിന്നെ നമ്മുടെ തൊഴിൽ മേഖല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരും നമ്മുടെ തൊഴിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ട് തന്നെ കാണുന്നു. കൃത്യനിഷ്ഠ പാലിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ വാഹനത്തിന് കേടുപാടുകൾ വരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം. പിന്നെ നിയമപരമായ കാര്യങ്ങൾ ആദ്യം ഒരു തടസ്സമൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു. അപ്പോൾ ആവർത്തിച്ച് പരിശ്രമിക്കണമെന്നാണ് നിയമപരമായ കാര്യങ്ങൾ. പിന്നെയുള്ളത് ജൂൺ 22 ശേഷം നിങ്ങളുടെ രാശിയിൽ ചൊവ്വ
പ്രവേശിക്കുന്നു. നിങ്ങളുടെ 7-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ പ്രവേശിക്കുന്നു. അവിടെ നിന്നിട്ട് യാത്രാസ്ഥാനത്തും ഗ്രഹസ്ഥാനത്തും ഒക്കെ ദൃഷ്ടിയുള്ളതിനാൽ യാത്ര ഒക്കെ പതുക്കെ ആയാൽ ഉത്തമം. വാഹനം വേഗത കുറയ്ക്കുക എന്നായി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വേഴപ്രീതി ആണ് പരിഹാരം. പിന്നെ നിങ്ങളുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു, അതിനായിക്കൊണ്ട് ചാമുണ്ഡി ക്ഷേത്രത്തിലോ മഹാഗണപതിയുടെ അമ്പലത്തിലോ ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വേഴം, സർവേശ്വരകാരകനായിട്ടുള്ള വേഴം, മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരു നിങ്ങൾക്ക് ധനസ്ഥാനത്താണ്. നമ്മുടെ ധനം നമ്മുടെ ചിന്താമണ്ഡലം, ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മുടെ ഭവനം എന്നിവയൊക്കെ അടങ്ങുന്നതായ അനവധി കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ധനസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സഫലമാകാൻ സാധ്യത പൂർണ്ണമായി കാണുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങൾ സഫലമാകും. പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമായി വരുന്നു എന്ന് പറയുമ്പോൾ വിവാഹാദി കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, ഗൃഹനിർമ്മാണം, വിദേശയാത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സഫലമായി വരുന്നതായിട്ട് മിഥുനരാശിക്കാർക്ക് കാണുന്നു. പിന്നെ വാഹനലാഭം, വസ്ത്രലാഭം, അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും കാണുന്നു. പിന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയവും ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരും. അതുമായി ബന്ധപ്പെട്ട് കാലതാമസമൊന്നുമില്ലാതെ നമുക്ക് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഈ രാശിക്കാർക്ക് ജൂൺ 22 ശേഷം ചൊവ്വ നിങ്ങളുടെ 12 വരുന്നു. 12 എന്ന് പറയുമ്പോൾ കാൽപാദത്തിന് മുറിവോ തട്ടുമുട്ടകളോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ആ ചൊവ്വയുടെ സ്ഥിതി വച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ കൂടുതലും ശുഭകാര്യങ്ങളാണ് മിഥുനരാശിക്കാർക്ക് ഉള്ളത്. അപ്പോൾ നിലവിൽ മിഥുനരാശിക്കാർക്ക് കണ്ടകശനിയുണ്ട്. അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്ത് പോകണം. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മരാശിയിൽ വേഴം നിൽക്കുന്നു. അത് എല്ലാവിധമായ ഐശ്വര്യവും പ്രദാനം ചെയ്യും എന്ന് കാണുന്നു. അവിടെ നിന്നിട്ടുള്ള ഈ വേഴത്തിൻ്റെ ദൃഷ്ടികൾ വളരെ ശുഭകരമായി വരുന്നുണ്ട്. എല്ലാ മേഖലയിലുള്ളവർക്കും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ആഗ്രഹ സാഫല്യം ഒക്കെ ഈ മാസം ഉണ്ടാകുന്നു. യാത്രാഗുണം, വാഹന ലാഭം, പിന്നെ വന്നിട്ട് മാതൃസ്വത്ത്, നിങ്ങൾക്ക് മാതൃസ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനങ്ങൾ ഉണ്ടാകും. പിന്നെ മാതാവിനെ നമ്മുടെ ഈ മാസത്തെ ഫലം വച്ചിട്ട് മാതാവിനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാനുള്ള അവസരവും കാണുന്നു. പിന്നെ ബന്ധുജന ലാഭം, പിന്നെ നല്ല കൂട്ടുകാർ, അതായത്
നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കൂട്ടുകാർ, അങ്ങനെയുള്ള കൂട്ടുകാരും ഉണ്ടാകാനുള്ള സാഹചര്യം തെളിയുന്നു. പിന്നെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. എന്ന് വെച്ചാൽ വിവാഹാദി കാര്യങ്ങൾ, അങ്ങനെ പിന്നെ ഗൃഹ നിർമ്മാണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ യാത്രാഗുണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കർക്കിടക രാശിക്കാർക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ വേഴത്തെ കൊണ്ട് നമ്മൾ പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ 2-ൽ കേതുവുണ്ട്, അഷ്ടമത്തിൽ രാഹുവുണ്ട്. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോകണം. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രം മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം മറഞ്ഞു, തൽക്കാലത്തേക്ക് മറഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് വേഴം മറഞ്ഞിരിക്കുന്നു. ആയതിനാൽ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു പോകണം. മറ്റു മാസത്തിലാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുന്നത് ഉചിതമാണ്. നമ്മുടെ തൊഴിൽ ഒരു പരിധി വരെ പുരോഗമനം ഉണ്ടാകും. ജൂലൈ 4-ന് ശേഷം സ്ത്രീകൾ മുഖേനയുള്ള ഗുണഫലങ്ങളും സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും എന്നാൽ ബുദ്ധിമോശം ഉണ്ടാകാതെയും നോക്കണം. നിയമപരമായ കാര്യങ്ങൾ കാലതാമസം ഉണ്ടാകും. അപ്പോൾ അതിനെ ആവർത്തിച്ച് ശ്രമിക്കണമെന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അത് സഫലമാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ നിയമത്തിൻ്റേതായ ഗ്രഹം സൂര്യൻ 11-ലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ കാര്യങ്ങൾ സഫലമാകും. പിന്നെ ധനനഷ്ടം ഉണ്ടാകാതെ നോക്കണം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ഒക്കെ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു മാസമാണ്. അവരുടെ വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പൊതുവെ ചിങ്ങരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ഭയപ്പെടേണ്ട. വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. പിന്നെ വന്നിട്ട് നിങ്ങളുടെ രാശിയിൽ കേതു സഞ്ചരിക്കുന്നു, 7-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി. നിങ്ങൾക്ക് ഈ വേഴം അവിഷ്ടസ്ഥാനത്താണുള്ളത്. അതൊരു ഭാഗ്യമായി കാണണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭകരമായി കാണുന്നു. ലാഭങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, അതുവഴി ഉദ്യോഗ ലബ്ധി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നു. ഗവൺമെൻറ് ജീവനക്കാർക്ക് ശമ്പള വർധനവ്, പ്രമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ഒക്കെ തന്നെ കിട്ടും. ഇതൊക്കെ പറഞ്ഞു. ജൂലൈ 4-ന് ശേഷം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടം ഉണ്ടാകാതെയും നോക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം വരുന്നുണ്ട്. നിങ്ങളുടെ ധനാധിപൻ ആയിട്ടുള്ള ശുക്രൻ നഷ്ടസ്ഥാനത്ത് വരും. ആയതിനാൽ ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
പിതാവിന് അല്ലെങ്കിലോ പിതൃതുല്യവരായവർക്കോ രോഗസാധ്യത കാണുന്നു. അപ്പോൾ കന്നിരാശിയെ സംബന്ധിച്ച് 90% ശുഭകാര്യങ്ങളാണ്. ഇനി പറയുന്നത് തുലാമാണ്. ഈ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് വന്നിട്ട് വേഴം കർമ്മസ്ഥാനത്താണ്. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ. നമ്മൾ ഏത് തൊഴിലാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനങ്ങളുണ്ടാകും. ഈ രാശി 10ാം ഭാവത്തിൽ വേഴം ഉച്ചനായി നിൽക്കുന്നു. ആയതിനാലാണ് ഇപ്രകാരം പറയുന്നത്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പുരോഗമനം ഉണ്ടാകും. എന്നാലും ഈ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാം തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വാഹനം ഓടിക്കുന്നത് പതുക്കെ ആയാൽ ഉത്തമം. ഗവൺമെൻറ് കാര്യം കാലതാമസം കൂടാതെ ചെയ്യുന്നത് ഉചിതം. ജീവിത പങ്കാളിക്ക് രോഗസാധ്യത കാണുന്നു ഈ മാസത്തെ ഫലം വച്ചിട്ട്. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് രോഗശമനം ഉണ്ടാകുന്നു. ഭാഗ്യാധിപൻ ആയിട്ടുള്ള നിങ്ങളുടെ ഭാഗ്യാധിപനായ ബുധൻ ഈ മാസം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അപ്പോൾ ഭാഗ്യങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, എഴുത്ത് പരീക്ഷ വിജയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു. പിന്നെ മനസ്സിന് ഈ തുലാരാശിക്കാർക്ക് ഈ 5ൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. ചില സമയത്തെങ്കിലും മനസ്സിനൊരു ചാഞ്ചല്യം വരുന്നുണ്ട്. നിങ്ങളുടെ 5ൽ മനസ്സിൻ്റെ സ്ഥാനം 5ൽ രാഹു സഞ്ചരിക്കുന്നു. ആയതിനാൽ നാഗരാജ പ്രീതി കൂടി ചെയ്യണം. അപ്പോൾ ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം 9ലാണ്. 9ാം ഭാവം ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വേഴം എല്ലാവിധമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഭാഗ്യ അനുഭവങ്ങൾ കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഉള്ള ഒരു വർഷക്കാലം നമുക്ക് കിട്ടാതിരുന്ന ഫലങ്ങൾ, ഭാഗ്യ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ നടക്കാൻ സാധ്യത കൂടുതലായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിജയം, എഴുത്ത് പരീക്ഷയിൽ വിജയം, അതുവഴി ഗവൺമെൻറ് ജോലി സാധ്യത ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് ജോലി സാധ്യത ഉണ്ട് വേഴത്തെ കൊണ്ട് പറയുന്നു. എന്നാൽ കാരകൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നതായ സൂര്യൻ നിങ്ങൾക്ക് ഈ മാസം അഷ്ടമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിശ്രമം വേണം. അങ്ങനെയാണെങ്കിലേ ഉദ്യോഗലബ്ധി ഉണ്ടാകത്തുള്ളൂ. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. വിവാഹാദി കാര്യങ്ങൾ, പിന്നെ ക്രയവിക്രയങ്ങൾ, ഈ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള പൊതുവേ ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും സിദ്ധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇതൊക്കെ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ 7ാം ഭാവത്തിൽ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ 7ൽ പ്രവേശിക്കും ജൂൺ 22-ന്. ദോഷം ഉണ്ടാകുമെന്നുള്ള അർത്ഥമല്ല, 7ൽ നിന്നിട്ട് യാത്രാസ്ഥാനമാണ്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.
പിന്നെ നിങ്ങളുടെ 4-ൽ 4-ാം ഭാവം നമ്മുടെ ഗ്രഹസ്ഥാനം, മാതൃസ്ഥാനം എന്ന് പറയും. അപ്പോൾ അവിടെ രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. നാഗരാജ പ്രീതി കൂടി ചെയ്യണം. ഈ വീടും പരിസരത്ത് പാഴ് വസ്തുക്കളൊന്നും കൂട്ടിയിടാൻ പാടില്ല. ഭയപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു. അപ്പോൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, നാഗരാജ പ്രീതി ചെയ്യുക. പിന്നെ മഹാവിഷ്ണു നമുക്ക് ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ സഞ്ചരിക്കുന്നു. എല്ലാ ഭാഗ്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യുക. അപ്പോൾ ഇനി ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് നിലവിൽ വേഴം അഷ്ടമത്തിലും പറഞ്ഞു. ഭയപ്പെടേണ്ട, മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. വ്യാഴാഴ്ച മുടങ്ങാതെ ചെയ്യുക. മറ്റു മതസ്ഥരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന വ്യാഴാഴ്ച നടത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് അതിജീവിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ യഥാർത്ഥ ജാതകത്തിൽ വേഴം നല്ല സ്ഥാനത്താണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. അപ്പോൾ എങ്കിലും ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക വ്യാഴാഴ്ച. പിന്നെ ശനിപ്രീതി ശനിയാഴ്ച. നിങ്ങൾക്കിപ്പോൾ നിലവിൽ കണ്ടകശനി കാലമുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ വേഴത്തിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതിയും നിങ്ങളുടെ 4-ലുള്ള ശനിയുടെ സ്ഥിതിയും വെച്ചിട്ട് പ്രധാനമായിട്ടും നമ്മുടെ കർമ്മമേഖലയാണല്ലോ തൊഴിലുമായി ബന്ധപ്പെട്ട് കൃത്യനിഷ്ഠ പാലിക്കുക. പിന്നെ യാത്രകൾ, വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ വേണം, വേഗത കുറച്ച് പോവുക. മാതാവിന് ഈ മാസത്തെ ഫലം വെച്ചിട്ട് മാതാവിന് രോഗസാധ്യതയൊക്കെ കാണുന്നു. മാതാവിനോ മാതൃവഴി ബന്ധുജനങ്ങൾക്കോ അത്രത്തോളം ശുഭകരമല്ല. പിന്നെ നമ്മുടെ സഹകരിക്കുന്ന കൂട്ടുകാർക്ക്, അവർക്കും ശുഭകരമല്ല. അപ്പോൾ എന്ന് വെച്ചാൽ കൂട്ടുകാർ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങളുമായി നമ്മളെ മുമ്പിൽ വന്നാൽ അത് ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ദോഷങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത, ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യത, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ധനുരാശിക്കാർക്ക് അത്രത്തോളം ശുഭകരമല്ല. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ 3-ലെ രാഹു, അത് നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. പിന്നെ ഈ മാസത്തെ ബുധൻ്റെ സ്ഥിതി നിങ്ങൾക്ക് യാത്രാസ്ഥാനത്താണ്. ബുധൻ 7-ാം ഭാവാധിപനാണ്. അത് 7-ാം ഭാവത്തിൽ തന്നെ ഉണ്ട്. നേരത്തെ ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ പതുക്കെ വേണം എന്ന് പറഞ്ഞുവെങ്കിലും അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ദോഷം വരത്തില്ല. അപ്പോൾ ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 7-ാം ഭാവം, ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം, യാത്രാസ്ഥാനം, അങ്ങനെ അനവധി കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ആ വേഴത്തിൻ്റെ പരിപൂർണമായ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ വിവാഹാദി കാര്യങ്ങൾ, വിവാഹം നടക്കാനുള്ള സാധ്യത, വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക്, പിന്നെ സന്താനഭാഗ്യം, യാത്രാഗുണം, വിദേശ യാത്ര എന്ന് വെച്ചാൽ 7-ാം ഭാവത്തിൽ നിന്ന് വേഴം പറയുന്നു ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും എന്ന് തന്നെ. പരിശ്രമിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പരിശ്രമിച്ചാൽ അതിനുള്ള ഫലമുണ്ടാകും.
പിന്നെ നിങ്ങൾക്ക് ഈ മാസത്തെ ഒരു ചാരവശാലുള്ള ഫലം വച്ചിട്ട് മംഗളകരമായ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഈ ലവ് മാരേജ് അതിനുള്ള സാധ്യത ഈ മാസം ഉള്ള ഗ്രഹസ്ഥിതി വെച്ചിട്ട് കാണുന്നു. പിന്നെ ക്രയവിക്രയങ്ങൾ അതൊക്കെ നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാകും. ഇതൊക്കെ ശുഭകരമായ കാര്യങ്ങളാണ്. എന്നാൽ വാഹനം ഓടിക്കുന്നത് പതുക്കെ ആവണം. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്നു. പ്രവൃത്തി സ്ഥാനത്ത് വാക്ക്, ചിന്ത, പ്രവൃത്തി നമ്മുടെ വീട്. അപ്പോൾ അവിടെ രാഹു സഞ്ചരിക്കുന്നു. അത് അത്രത്തോളം ശുഭകരമല്ല. അപ്പോൾ ഏത് കാര്യം ചെയ്തിരുന്നാലും എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഈ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നാഗരാജ പ്രീതി കൂടി ചെയ്യണം മകരരാശിക്കാർ. ഇനി പറയുന്ന കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം മറഞ്ഞിരിക്കുകയാണ് 6-ൽ. അത് ഒക്ടോബർ 31 വരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് ചെയ്യുന്നത് ഉചിതം. അതല്ലെങ്കിൽ ധനപരമായ നഷ്ടം ഉണ്ടാകാൻ സാധ്യത. പിന്നെ സന്താനങ്ങളുടെ കാര്യം, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും മറ്റും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ട് കാണുന്നു. യാത്രകൾ കുറയ്ക്കുന്നത് ഉചിതം. പിന്നെ സ്ത്രീകളുടെ നീരസത്തിന് പാത്രമാകാനുള്ള സാധ്യതയും ഈ മാസം കാണുന്നു. എന്നാൽ സ്ത്രീകളുടെ നീരസത്തിന് പാത്രമാകും എന്ന് പറഞ്ഞുവെങ്കിൽ അവരുടെ ഇഷ്ടസമ്പാദനത്തിനുള്ള വഴിയും കാണുന്നു. എന്നാൽ ബുദ്ധിമോശം പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പൊതുവെ കുംഭരാശിയെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം അല്പം മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളൊക്കെ ആലോചിച്ച് ചെയ്യണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മാത്രമല്ല, നിങ്ങളുടെ രാശിയിൽ രാഹു സഞ്ചരിക്കുന്നു, 7-ൽ കേതു സഞ്ചരിക്കുന്നു, പിന്നെ നമ്മുടെ ധനസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അത്രത്തോളം ശുഭകരമല്ല. ഇത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം അനുസരിച്ച് പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ദശ അപഹാരമൊക്കെ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ അത്രത്തോളം ദോഷം വരത്തില്ല. എന്നിരുന്നാലും ചാരവശാലുള്ള ഫലം അനുഭവത്തിൽ വരാതിരിക്കില്ല. അപ്പോൾ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, ശനിപ്രീതി ചെയ്യുക, പിന്നെ നാഗരാജ പ്രീതി ചെയ്യുക. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് വ്യാഴം 5-ലാണ്. 5 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സഫലമാക്കി തരാനായിട്ട് മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരു നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ ശുഭകരമായി വരും. അത് പ്രധാനമായിട്ടും സന്താനങ്ങളുടെ അവരുടെ വിവാഹാദി കാര്യങ്ങളായാലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായിരുന്നാലും യാത്രകളായിരുന്നാലും വിദേശ യാത്രയായിരുന്നാലും ഗവൺമെൻറ് ജോലിയായിരുന്നാലും എല്ലാവിധം, പിന്നെ ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത ഈ വ്യാഴം 5-ൽ, നിങ്ങളുടെ 5-ൽ ഉച്ചരാശിയിലാണ് ഈ വ്യാഴം സഞ്ചരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ എല്ലാവിധമായ കാര്യങ്ങളും പൂർണ്ണമായി നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ക്രയവിക്രയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. പിന്നെ മറ്റൊരു അവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മാതാവിനോ മാതൃതുല്യവരായവർക്കോ അങ്ങനെ ഉണ്ടാവാം. എന്നാലും രോഗശമനവും കാണുന്നു. അങ്ങനെ രണ്ടവസ്ഥയും ഉണ്ട്. അപ്പോൾ പൊതുവെ മീനരാശിക്കാർക്ക് എല്ലാവിധമായ ഐശ്വര്യവും തന്നെ ഉണ്ടാകുന്നതായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഞാൻ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും കാര്യം ഇവിടെ പ്രവചനം ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാസത്തെ ഫലമായതുകൊണ്ട് ആ ഛിദ്രം എന്ന് പറയുന്നതും അതും സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെയൊക്കെ ചില മാറ്റങ്ങൾ അത് ഗുണവും ആകാം ദോഷവും ആകാം. അത് അറിയണമെങ്കിൽ നമ്മുടെ സ്വന്തം ജാതകം പരിശോധിച്ചാൽ ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരമൊക്കെ നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നേരം ഈ വീഡിയോ കേട്ടും കണ്ടും ഇരുന്ന എല്ലാ എൻ്റെ സഹോദരങ്ങൾക്കും വളരെ നന്ദി പറയുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.